റെലവെന്റ് ആയിട്ട് ഇപ്പോൾ സോഷ്യലി നമ്മൾ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് മൂവി കാണിക്കുന്നത്. മനസ്സും കണ്ണും പോലെ നിറയുന്ന ഒരു മൂവിയാണ്. എന്തായാലും വന്ന് കാണും, പ്രത്യേകിച്ച് യൂത്ത് എല്ലാവരും വന്ന് കാണാൻ തന്നെയാണ്. എന്താണ് സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? നല്ലൊരു മെസ്സേജ് സിനിമയാണ്. എല്ലാവരും പുറത്തേക്ക് പോകാൻ, പുറത്ത് പോയാൽ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു ഓപ്പണിംഗ് ആണ്. അതായത് ഇവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് തരുന്ന ഒരു നല്ലൊരു മൂവിയാണ്. പുതുമുഖങ്ങളാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ല, പുതുമുഖങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നത്? ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനും കാര്യങ്ങളെല്ലാം ഡയറക്ഷനൊക്കെ അവരത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. എല്ലാവരും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂ തന്നെയാണ്. ഈ 2K കിഡ്സിന് ബേസ് ചെയ്ത് ഇഷ്ടപ്പെട്ട മൂവിയാണോ അതോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റും. കാരണം എല്ലാ എലിമെന്റ്സും ഉണ്ട്. എല്ലാ പേരൻസ് എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. നായിക പുതുമുഖമാണ്. അതുപോലെ രഞ്ജിത് സജീവ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അവർക്ക് കിട്ടിയ റോള് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ജോണി അന്നിച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കണ്ടല്ലോ. ഇത് കോമഡി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. ജോണി അന്നയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയം? മറ്റേ നിഷ സാരംഗ്, അതുപോലെ തന്നെ രഞ്ജിത് സജീവ്. കൽബിലെ പോലത്തെ ഒരു ഇത് കൽബിലെ പോലത്തെ ഒരു മൂവിയാണോ? കൽബ് കണ്ടിരുന്നോ? UK എങ്ങനെ പൊളിറ്റിക്സ് ആണോ അതോ രാഷ്ട്രീയമാണോ? ഇന്നത്തെ കാലത്ത് ഒരുവിധം പേരും അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ നല്ല രീതിക്ക് അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. യൂത്തിന്റെ ഒരു സംഭവം തന്നെ ഒരുപാട് അല്ല, ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നെല്ലാം പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് പോണതിനെ പറ്റിയുള്ള സിനിമയാണ്. ഓക്കെ ഓക്കെ, ശരി. എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഫാമിലി മൂവിയാണ്. ഓവറായിട്ടുള്ള സീൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലി കാണേണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു ചിത്രമാണ്. എന്താണ് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു മെസ്സേജ് അവർ തന്നിട്ടുണ്ട്. അതിനാണ് ഉദ്ദേശിക്കുന്നത്. വിദേശത്തെങ്ങും പോയി ജോലി ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ നാട്ടിൽ തന്നെ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു ചെറിയൊരു മെസ്സേജാണ് പറയുന്നത്. കലർന്ന രാഷ്ട്രീയം കടന്നൊരു സിനിമ. എന്താണ് മെസ്സേജ്? എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്റ്റേഷനിലുണ്ട് ഒരു യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാനുള്ള ആൾക്കാരുടെ 18 ലക്ഷം വരെ ഒരാളുടെ പോയേക്കണേ. ഞാൻ അവരോട് പറഞ്ഞു, വീടിന്റെ വാതിക്കലാണ് വന്ന് സങ്കടം പറഞ്ഞേ. എനിക്കറിയാവുന്ന ഒരു ടീം തന്നെയാണ് അവരുടെ കൂടെ ചേർന്ന് പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നെ അന്വേഷിച്ചത് അവരറിയാം, അവരുടെ ഡീറ്റെയിൽസ് കളിച്ചു. അവരോട് പറഞ്ഞത് ഇത്രയും പൈസ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങണം, എന്തിനാണ് ഈ യൂക്കിലോട്ടൊക്കെ പോയെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പോഴും ഒരു 5 പേര് പോകാൻ നിൽക്കുന്ന ടീം എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ രാഷ്ട്രീയം, നാട്ടുകാർ, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയം കലർന്ന് രാഷ്ട്രീയം കടന്നൊരു സിനിമ കൊള്ള അടിപൊളിയാണ്. കോമഡിയാണോ? കോമഡി ഫീൽ ഗുഡ് മൂവി. ഇവന്റെ ആദ്യത്തെ മൂവി കൽബ് കരയിച്ചുണ്ടായിരുന്നു. ഇത് ഫീൽ ഗുഡ് മൂവി. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും നാട്ടിലുള്ള റിയാലിറ്റിയാണ്, റിയാലിറ്റി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞ പൊളിറ്റിക്സ് ആണോ അതോ? പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ യുവാക്കളുടെ അഭ്യസ്തത്തിലുള്ള കുറെ യുവാക്കളുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്, അത് റിയാലിറ്റിയാണ്. ആ ഒരു വിഷയത്തെ പ്രോപ്പറായ രീതിയിൽ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്താ, നല്ലൊരു എന്റർടൈനർ ആണ്. അപ്പൊ നല്ലൊരു മെസ്സേജ് ഉണ്ട്. സാധാരണ മലയാള സിനിമയിലാണ് മെസ്സേജ് ഉണ്ടാവാറില്ല. നായകൻ അഭിനയം പറഞ്ഞ ഒരു ആക്ടിംഗ് ആണ്. ജോണി തന്നെ തകർക്കുന്നുണ്ട്. കാണുക, എല്ലാം കൂടി നല്ല മൂവിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? മീഡിയ സപ്പോർട്ട് ചെയ്യണം, യങ്സ്റ്റേഴ്സ് മൂവി എൻകറേജ് ചെയ്യണം. ഇത് 2K കിഡ്സിലുള്ള പടമാണ്, മെസ്സേജുള്ള ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നോമിനേറ്റുണ്ട്, എസ്പെഷ്യലി ജോണിയുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? ഇതിൽ മെസ്സേജ് ആണ്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. യുവാക്കൾക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അതെന്താണ് പറയില്ല, സ്പോയിലർ താല്പര്യമില്ല. തിയേറ്ററിൽ പോയി കാണാം. 2K കിഡ്സിനും ഇന്നത്തെ യുവാക്കൾക്കുള്ള മെസ്സേജ് ആണ്. എല്ലാം കൊണ്ടും യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എന്താണ് പറയുന്നത് സിനിമയില്? ഇപ്പോഴത്തെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിന്റെ ഇതൊക്കെയാണ്. ഇപ്പോൾ UKയിലേക്ക് പോവുക, അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. അതെല്ലാം മാറി നാട്ടിൽ തന്നെ
പണിയെടുത്ത് ജീവിക്കാന്നുള്ള അതിലേക്കുള്ളൊരു നല്ലൊരു മെസ്സേജാണ്. നല്ല ഇഷ്ടമായി. പഠിക്കുന്ന സ്റ്റുഡൻസ് കാണേണ്ട സിനിമ, അവരുടെ മാതാപിതാക്കളും കാണേണ്ട സിനിമ. കാരണം അത്രയും നല്ലൊരു ഇങ്ങനൊരു കഥ ഈ മലയാള സിനിമയിൽ വന്നില്ല. കാരണം അത്രയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നൽകി ഓരോരുത്തർ വിദേശത്തൊക്കെ പോകും, ഓരോ സ്വപ്നമോഹങ്ങളൊക്കെ അതിന്റെ ഒരു അനുഭവം ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഒരു തൊഴിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ കാണിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയ ഇവിടെ തന്നെ കേരളം തന്നെ ഒരു സ്വർഗമാണ് എന്നൊരു ഇത് അരുൺ വൈഗ എന്ന ഡയറക്ടർ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കഥ എന്തായാലും സൂപ്പറായിരുന്നു. നല്ലൊരു സിനിമയിൽ രഞ്ജിത്ത് സജീവ് പുള്ളിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജോണി ചേട്ടൻ്റെ ഒരു അച്ഛൻ കഥാപാത്രം, പിന്നെ മഞ്ജു ചേച്ചി, ഒരുപാട് റോണി, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, ഒരുപാട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഒരു കലാമൂല്യമുള്ള ഒരു പ്രസക്തിയുള്ളൊരു സിനിമ. കാരണം ഇത് സിനിമ കണ്ടാൽ ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തായാലും ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് വന്ന് ഈ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിന് പോണ വിടുന്ന മാതാപിതാക്കളും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ്. നല്ലൊരു സിനിമ. നല്ല പടമായിരുന്നു. ഇന്നത്തെ യൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു പടം തന്നെയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒത്തിരി പ്രതീക്ഷകളില്ലെങ്കിലും നല്ല എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം. എന്താണ് സിനിമയിൽ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടിലുള്ള ചാൻസസ്, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാതെ നമുക്ക് നാട്ടിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. നല്ല മനോഹരമായ ഒരു രാജ്യത്ത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നല്ല മെസ്സേജ്, നല്ല മൂവി. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ? വളരെ നന്നായിരുന്നു. പുതുമുഖമായിട്ടും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയമല്ല. എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തത്. ഫാമിലി മൂവിയാണോ? എന്തോ ഫാമിലി മൂവിയാണോ? തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ കാണിക്കണം ഞാൻ പറയാം. എല്ലാവരും താങ്ക് യു. പടത്തിന്റെ നല്ല പോയിന്റാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ഡയറക്ഷനാണോ അതോ അഭിനയമാണോ? അവസാന സീനാണ് നല്ല സീനായിരുന്നു. ഒരു പോയിന്റ് മനോജയൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് യുവാക്കളും അച്ഛനമ്മമാരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇതിൽ നല്ലൊരു യുവാക്കൾക്കും നമ്മുടെ അച്ഛനമ്മമാർക്കുള്ള നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ പടത്തിലൂടെ വരുന്നത്. എല്ലാവരും കാണുക. ഡയറക്ഷനും അഭിനയമൊക്കെ ഡയറക്ഷൻ അടിപൊളി, എല്ലാവരും അടിപൊളി. ക്യാമറ എല്ലാ വശവും നല്ല രീതിയിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. പടം അതിലേക്ക് എത്തേണ്ട അത്യാവശ്യമാണ് കാലഘട്ടത്തിൽ. എന്റർടൈനറാണ്, ഓഫ് കോഴ്സ് നല്ലൊരു എന്റർടൈനറാണ്. ഡയറക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിലെന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇതൊരു പേഴ്സണലി ഒരു ഹോം ഫീലാണ്. കാരണം ഞങ്ങളുടെ പരിവാർ ചെയ്തത് ഇതേ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. പടം ഇന്ന് വന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി സെക്കൻഡ് ഹാഫൊക്കെ നന്നായി പടത്തെ നന്നാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല